എല്ലാവർക്കും നമസ്കാരം. കൊമേഴ്സ് ഗൈഡിന്റെ മറ്റൊരു ഓൺലൈൻ ക്ലാസ്സിലേക്ക് എല്ലാവരും സ്വാഗതം ചെയ്യുന്നു. കേരള പി എസ് സിയുടെ സ്റ്റാറ്റിസ്റ്റിക്കൽ അസിസ്റ്റന്റ് ഗ്രേഡ് 2 2025 നടക്കാനിരിക്കുന്ന എക്സാമിന്റെ കൊമേഴ്സ് ഭാഗങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കൊമേഴ്സ് സിലബസിലെ ഒന്നാമത്തെ മൊഡ്യൂളിലെ മൂന്നാമത്തെ ക്ലാസ് ആണ് നമ്മൾ എടുക്കുന്നത്. ഇന്നത്തെ ക്ലാസ്സിൽ നേച്ചർ ഓഫ് മാനേജ്മെന്റിലെ മാനേജ്മെന്റ് ആസ് എ സയൻസ് ആൻഡ് ആർട്ട് ഓർ പ്രൊഫഷൻ എന്നീ ഏരിയാസ് ആണ് നമ്മൾ കവർ ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നത്. നേച്ചർ ഓഫ് മാനേജ്മെന്റിൽ മൂന്ന് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് പറയുന്നുണ്ട്. മാനേജ്മെന്റ് ആസ് എ സയൻസ്, മാനേജ്മെന്റ് ആസ് എൻ ആർട്ട്, മാനേജ്മെന്റ് ആസ് എ പ്രൊഫഷൻ. നമുക്ക് എളുപ്പത്തിൽ മനസ്സിലാവുന്ന കാര്യങ്ങളാണ്. ആദ്യം നമുക്ക് മാനേജ്മെന്റ് ആസ് എ സയൻസ് എന്താണെന്ന് നോക്കാം. അതായത് മാനേജ്മെന്റ് ഒരു സയൻസ് ആണെന്ന് പറയാറുണ്ട്. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? ആദ്യം നമുക്ക് സയൻസ് എന്താണെന്ന് നോക്കാം. സയൻസ് എന്ന് പറയുന്നത് ഹ്യൂമൻ ബീയിങ് ഒബ്സർവേഷനിലൂടെയും എക്സ്പെരിമെന്റേഷനിലൂടെയും അക്വയർ ചെയ്തിട്ടുള്ള സിസ്റ്റമാറ്റിക് ആൻഡ് ഓർഗനൈസ്ഡ് ബോഡി ഓഫ് നോളജിനെയാണ്. അതായത് നിങ്ങൾ സയൻസിൽ ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഏതെങ്കിലും പ്രിൻസിപ്പിൾസും കോൺസെപ്റ്റ്സും തിയറീസും ഒക്കെ എടുത്ത് നോക്കാം. ഇതൊക്കെ ഡെവലപ്പ് ചെയ്തിട്ടുണ്ടാവുക ഒന്നെങ്കിൽ ഒബ്സർവേഷൻ അല്ലെങ്കിൽ എക്സ്പെരിമെന്റേഷന്റെ ബേസിലാണ്. ഓക്കെ, ഇതാണ് സയൻസിനെ കുറിച്ച് ബേസിക് ആയിട്ട് അറിഞ്ഞിരിക്കുന്നത് കേട്ടോ. ഇനി സയൻസിന്റെ മൂന്ന് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക്സ് ഒന്ന് പഠിച്ചു വെക്കണം. ഒന്നാമത്തെ പോയിന്റ്, സയൻസ് ഈസ് സിസ്റ്റമറ്റൈസ്ഡ് ബോഡി ഓഫ് നോളജ്. അത് നമ്മളിപ്പം പറഞ്ഞു അല്ലെ. സയൻസ് എന്ന് പറയുന്നത് ലോജിക്കലി ഓർഗനൈസ് ചെയ്തിട്ടുള്ള സിസ്റ്റമാറ്റിക് ബോഡി ഓഫ് നോളജ് ആണ്. അതാണ് ഒന്നാമതായിട്ട് അറിഞ്ഞിരിക്കേണ്ടത്. രണ്ടാമത്തത്, സയൻസിൽ ഒരുപാട് പ്രിൻസിപ്പിൾസ് ഉണ്ട്. ഇതൊക്കെ ഡെവലപ്പ് ചെയ്തിട്ടുണ്ടാവും ഒന്നെങ്കിൽ ഒബ്സർവേഷൻ അല്ലെങ്കിൽ എക്സ്പെരിമെന്റേഷന്റെ ബേസിലായിരിക്കും. ഓക്കെ, ഇനി മൂന്നാമത്തെ പോയിന്റ് പറയുന്നത്, സയൻസിലുള്ള ഓരോ പ്രിൻസിപ്പിൾസിനും ഒരു യൂണിവേഴ്സൽ ആയിട്ടുള്ള അപ്ലിക്കബിലിറ്റി ഉണ്ട്. അതായത് എല്ലായിടത്തും ഒരേപോലെ അപ്ലിക്കബിൾ ആണ്. ഇതാണ് സയൻസിനെ കുറിച്ച് ബേസിക് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ. ഇനി എന്തുകൊണ്ടാണ് മാനേജ്മെന്റ് ഒരു സയൻസ് ആണെന്ന് പറയാൻ കാരണം? മാനേജ്മെന്റ് ഒരു സിസ്റ്റമാറ്റൈസ്ഡ് ബോഡി ഓഫ് നോളജ് ആണ്. അതേപോലെ തന്നെ മാനേജ്മെന്റിന് ഒരുപാട് പ്രിൻസിപ്പിൾസ് ഉണ്ട്. ഈ പ്രിൻസിപ്പിൾസ് ഒക്കെ ഇവോൾവ് ചെയ്യുന്നത് ഒബ്സർവേഷനിലൂടെയാണ്. സയന്റിഫിക് മെത്തേഡിലൂടെയാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല, പക്ഷെ ഒബ്സർവേഷനിലൂടെയാണ്. അതേപോലെ തന്നെ മാനേജ്മെന്റിലെ പ്രിൻസിപ്പിൾസ് യൂണിവേഴ്സലി അപ്ലിക്കബിൾ ആണ്. അതുകൊണ്ട് നമുക്ക് മാനേജ്മെന്റ് ഒരു സയൻസ് ആണെന്ന് പറയാം. പക്ഷെ നമുക്കൊരു എക്സാക്ട് സയൻസ് ആണെന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ട് മാനേജ്മെന്റ് ഒരു ഇൻഎക്സാക്ട് അല്ലെങ്കിൽ സോഫ്റ്റ് സയൻസ് എന്നാണ് അറിയപ്പെടുന്നത്. ഓക്കെ, മനസ്സിലായിട്ടുണ്ടല്ലോ അല്ലെ. ഇനി അടുത്തത്, മാനേജ്മെന്റ് ഒരു ആർട്ട് ആണെന്ന് പറയാറുണ്ട്. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? ആർട്ടിന്റെ ബേസിക് ആയിട്ടുള്ള രണ്ട് ഫീച്ചറാണ് പ്രാക്ടിക്കൽ നോളജും പേഴ്സണൽ സ്കില്ലും. ഏതൊരു ആർട്ടിസ്റ്റ് എടുത്തു നോക്കിയാലും അയാൾക്കൊരു പ്രാക്ടിക്കൽ നോളജ് ഉണ്ടാവും, അതുപോലെ പേഴ്സണൽ സ്കില്ലും ഉണ്ടാവും. ഒരു മാനേജറും അതേപോലെയാണ്. മാനേജർക്കും പ്രാക്ടിക്കൽ നോളജും പേഴ്സണൽ സ്കില്ലും ഉണ്ടാവും. ഓക്കെ, അതുകൊണ്ട് മാനേജ്മെന്റ് എന്താണെന്ന് പറയാം? ഒരു ആർട്ടാണെന്ന് പറയാം. ഓക്കെ, ഇപ്പൊ മാനേജ്മെന്റ് പ്രിൻസിപ്പിൾസ് ഒക്കെ സെയിം ആണ്, പക്ഷെ ഓരോ മാനേജറും അത് അപ്ലൈ ചെയ്യുന്ന രീതി ഡിഫറെന്റ് ആയിരിക്കും. അത് എന്തുകൊണ്ടാണ്? ഓരോരുത്തർക്കും സെപ്പറേറ്റ് ആയിട്ടുള്ള പ്രാക്ടിക്കൽ നോളജ് ആയിരിക്കും, സെപ്പറേറ്റ് ആയിട്ടുള്ള പേഴ്സണൽ സ്കിൽ ആയിരിക്കും. ഓക്കെ, അപ്പൊ അതുകൊണ്ട് മാനേജ്മെന്റ് ഒരു ആർട്ടാണെന്ന് പറയാറുണ്ട്. ഇനി അടുത്തത്, മാനേജ്മെന്റ് ആസ് എ പ്രൊഫഷൻ ആണ്. മാനേജ്മെന്റ് ഒരു പ്രൊഫഷൻ ആണെന്ന് പറയാറുണ്ട്. അപ്പൊ എന്താണ് പ്രൊഫഷൻ? പ്രൊഫഷൻ എന്ന് പറയുന്നത് ഒരു സ്പെഷ്യലൈസ്ഡ് ജോബ് ആണ് അല്ലെ. അതിന് എക്സ്പേർട്ട് നോളജ് ആവശ്യമാണ്, ഫോർമൽ ട്രെയിനിങ് ആവശ്യമാണ്, എത്തിക്കൽ സ്റ്റാൻഡേർഡ് ആവശ്യമാണ്, മറ്റുള്ളവരെ സെർവ് ചെയ്യുന്നതിൽ ഫോക്കസ് ചെയ്യുന്നതാവണം. ഓക്കെ, അതുപോലെ തന്നെയാണ് മാനേജ്മെന്റ്. മാനേജ്മെന്റിന് സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള നോളജ് ആവശ്യമാണ്, ഫോർമൽ എഡ്യൂക്കേഷൻ ആവശ്യമാണ്, ട്രെയിനിങ് ആവശ്യമാണ്, പ്രിൻസിപ്പിൾസിലും തിയറീസിലും പ്രാക്ടീസിലും ഒക്കെ എക്സ്പെർട്ടൈസും ആവശ്യമാണ്. ഓക്കെ, അതേപോലെ തന്നെ മാനേജ്മെന്റിലും ചില കോഡ് ഓഫ് കണ്ടക്ട് ഉണ്ട്, ചില എത്തിക്കൽ ഗൈഡ് ലൈൻസ് ഉണ്ട്. അതുകൊണ്ട് രണ്ടാമത്തെ പോയിന്റ് ഇൻക്ലൂഡഡ് ആണ്. എത്തിക്കൽ സ്റ്റാൻഡേർഡ്സ് ഫോളോ ചെയ്യണം. ദെൻ ഫോർമൽ ക്വാളിഫിക്കേഷൻ. ഓരോ മാനേജേഴ്സും ഫോർമൽ ക്വാളിഫിക്കേഷൻ അക്വയർ ചെയ്തവർ ആവണം. ഓക്കെ, അതായത് ഇപ്പൊ നമ്മളൊരു മാനേജ്മെന്റ് ജോബിനൊക്കെ അപ്ലൈ ചെയ്യുന്ന സമയത്ത് അവിടെ ഫോർമൽ ആയിട്ടുള്ള ക്വാളിഫിക്കേഷൻ പറയും അല്ലെ. അപ്പൊ മാനേജ്മെന്റിന് ഫോർമൽ ആയിട്ടുള്ള ക്വാളിഫിക്കേഷൻ ആവശ്യമാണ്. ദെൻ മാനേജ്മെന്റ് സർവീസ് ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു ജോബാണ് അല്ലെ. അതായത് മാനേജർ എപ്പോഴും ഓർഗനൈസേഷനെ അല്ലെങ്കിൽ എംപ്ലോയീസിനെ അല്ലെങ്കിൽ സ്റ്റേക്ക് ഹോൾഡേഴ്സിനെ സെർവ് ചെയ്യുന്ന ഒരാളാവണം. ഓക്കെ, അപ്പൊ അതുകൊണ്ട് തന്നെ ഇത്രയും പോയിന്റ്സ് ഇൻക്ലൂഡ് ചെയ്യുന്നത് കൊണ്ട് തന്നെ മാനേജ്മെന്റ് ഒരു പ്രൊഫഷൻ ആണെന്ന് നമുക്ക് പറയാം. മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലെ. അപ്പൊ ഇത്രയാണ് നമുക്ക് ഇതിൽ പഠിക്കാനുള്ളത്. സിമ്പിൾ ആണ് കേട്ടോ. ഇനി ഈ ഭാഗത്തു നിന്നുള്ള രണ്ട് ക്വസ്റ്റ്യൻസ് നമുക്കൊന്ന് നോക്കാം. അതിലൊന്ന് നോക്കാം, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ദ ഫീച്ചർ ഓഫ് പ്രൊഫഷൻ? പ്രൊഫഷന്റെ ഫീച്ചറുകൾ ഏതാണെന്നാണ് ഐഡന്റിഫൈ ചെയ്യാൻ പറഞ്ഞത്. ഓപ്ഷൻ എ റെസ്ട്രിക്റ്റഡ് എൻട്രി, ഓപ്ഷൻ ബി പ്രൊഫഷണൽ അസോസിയേഷൻ, ഓപ്ഷൻ സി വെൽ ഡിഫൈൻഡ് തിയറി ഓഫ് നോളജ്. അതായത് പ്രൊഫഷന് ബേസിക് ആയിട്ടുള്ള ഫീച്ചേഴ്സ് നമ്മൾ ഊഹിച്ചാൽ നമുക്ക് പറയാൻ പറ്റുന്ന കാര്യമാണ്. എൻട്രി റെസ്ട്രിക്റ്റഡ് ആണ് അല്ലെ. ആ ക്വാളിഫിക്കേഷൻ ഉള്ള ആൾക്ക് മാത്രമേ പ്രൊഫഷനിലേക്ക് എത്താൻ പറ്റുള്ളൂ. അതേപോലെ തന്നെ ഒരു പ്രൊഫഷണൽ അസോസിയേഷൻ ഉണ്ടാവും. അതേപോലെ തന്നെ പ്രൊഫഷന് ഒരു വെൽ ഡിഫൈൻഡ് ആയിട്ടുള്ള തിയറി ഓഫ് നോളജ് ആവശ്യമാണ്. അപ്പോൾ ഓൾ ഓഫ് ദീസ് ആണ്
കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലെ? ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ. മാനേജ്മെന്റ് ഈസ് കൺസിഡേർഡ് ടു ബി എൻ ആർട്ട് ബിക്കോസ് മാനേജ്മെന്റ് ഒരു ആർട്ടാണെന്ന് നമ്മൾ പറഞ്ഞു. അത് എന്തുകൊണ്ടാണ് അങ്ങനെ പറയാൻ കാരണം? 4 പോയിന്റ് തന്നിട്ടുണ്ട്. അതിൽ ഒന്നാമത്തെ പോയിന്റ്, ദ പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ് ഹാവ് യൂണിവേഴ്സൽ വാലിഡിറ്റി. മാനേജ്മെന്റ് പ്രിൻസിപ്പിൾസിന് യൂണിവേഴ്സൽ വാലിഡിറ്റി ഉള്ളത് കൊണ്ട് മാനേജ്മെന്റ് ഒരു ആർട്ടാണെന്ന് പറയാണ്. അത് തെറ്റായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് അല്ലെ? ഇനി ഓപ്ഷൻ ബി, പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ് ഹാവ് യൂണിവേഴ്സൽ അപ്ലിക്കബിലിറ്റി. മാനേജ്മെന്റിന്റെ പ്രിൻസിപ്പിൾസിന് യൂണിവേഴ്സൽ അപ്ലിക്കബിലിറ്റി ഉണ്ട്, അതുകൊണ്ട് മാനേജ്മെന്റ് ഒരു ആർട്ടാണെന്ന് പറയണം. അത് തെറ്റാണ് അല്ലെ? യൂണിവേഴ്സൽ അപ്ലിക്കബിലിറ്റി ഉള്ളത് കൊണ്ട് മാനേജ്മെന്റ് ഒരു സയൻസ് ആണെന്നാണ് നമ്മൾ പറയാറ്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. ഇനി സി എടുത്തു നോക്കാം. ഡിഫറെന്റ് പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ് ആർ ബോട്ട് ഇൻ ടു എഫക്ട് ഡിഫറെന്റ്ലി ബൈ ഡിഫറെന്റ് മാനേജേഴ്സ്. അത് നമ്മൾ പറഞ്ഞ കാര്യമാണ് അല്ലെ? അതായത് ഡിഫറെന്റ് മാനേജേഴ്സ് ഡിഫറെന്റ് ആയിട്ടുള്ള രീതിയിലാണ് മാനേജ്മെന്റ് പ്രിൻസിപ്പിൾസ് അപ്ലൈ ചെയ്യാൻ. അതെന്തുകൊണ്ടാണ്? മാനേജ്മെന്റ് ഒരു ആർട്ട് ആയതുകൊണ്ടാണ്. ഓക്കെ, അപ്പൊ സി എന്നുള്ള ഓപ്ഷൻ ശരിയായിട്ടുള്ള ഓപ്ഷനാണ്. മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലെ? ഓക്കെ, ഇനി ഓപ്ഷൻ ഡി, ഇറ്റ് ഈസ് നോട്ട് ഇമ്പോർട്ടൻറ്റ് ഫോർ ദ പ്രാക്ടീസിംഗ് മാനേജേഴ്സ് ടു ബി എ മെമ്പർ ഓഫ് ദ പ്രൊഫഷണൽ അസോസിയേഷൻ. അതും തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പോൾ അവിടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ഓപ്ഷൻ സി ആണ്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ കൂടി ഒന്ന് നോക്കൂ. ഒരു സ്റ്റേറ്റ്മെന്റ് തന്നിട്ടുണ്ട്. ഓൾ ദ മാനേജ്മെന്റ് പ്രാക്ടീസസ് ആർ ബേസ്ഡ് ഓൺ സെയിം സെറ്റ് ഓഫ് പ്രിൻസിപ്പിൾസ്. What distinguishes a successful manager from a less successful one is the ability to put these principles into practice. Identify the nature of management highlighted above. ഇവിടെ ഒരു സ്റ്റേറ്റ്മെന്റ് തന്നിട്ടുണ്ട്. അപ്പൊ അതിൽ ഹൈലൈറ്റ് ചെയ്തിട്ടുള്ള നേച്ചർ ഓഫ് മാനേജ്മെന്റ് ഏതാണെന്ന് ഐഡന്റിഫൈ ചെയ്യാനാണ് നമ്മളോട് പറഞ്ഞത്. ആ സ്റ്റേറ്റ്മെന്റ് എന്താണ്? മാനേജ്മെന്റിലെ പ്രിൻസിപ്പിൾസ് ഒക്കെ സെയിം ആണ്, പക്ഷേ ഓരോരുത്തരും അപ്ലൈ ചെയ്യുന്ന രീതി ഡിഫറെന്റ് ആണ്. അത് ഓരോ മാനേജറുടെയും എബിലിറ്റി അനുസരിച്ച് ഡിഫറെന്റ് ആയിരിക്കും. ഇത് ഏത് നേച്ചർ ഓഫ് മാനേജ്മെന്റാണ് പറയുന്നത്? മാനേജ്മെന്റ് ആസ് എൻ ആർട്ടാണ്, നമ്മൾ പറഞ്ഞ കാര്യമാണ് അല്ലെ? അപ്പൊ ഇതേപോലുള്ള ചോദ്യങ്ങളും നിങ്ങൾക്ക് എക്സാമിന് പ്രതീക്ഷിക്കാം. ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇവിടെ നമ്മൾ പ്രധാനമായിട്ടും എളുപ്പത്തിൽ മാനേജ്മെന്റ് ആസ് എ സയൻസ്, മാനേജ്മെന്റ് ആസ് എൻ ആർട്ട്, മാനേജ്മെന്റ് ആസ് എ പ്രൊഫഷൻ പഠിച്ചു വെക്കണം. ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ അറിഞ്ഞു വെക്കണം കേട്ടോ. ഓക്കെ, നിങ്ങൾക്ക് ക്ലാസ് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. മനസ്സിലായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ ക്ലാസ് ലൈക്ക് ചെയ്യുക. ഈ എക്സാം എഴുതുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിന് ക്ലാസ് ഷെയർ ചെയ്ത് കൊടുക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.